ചാനൽ. അപ്പോൾ നമ്മുടെ BSc ബോട്ടണിയിൽ നമ്മുടെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള ജനറ്റിക്സ് ആൻഡ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന സുവോളജി പേപ്പറിൻ്റെ സിലബസും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 8 മൊഡ്യൂൾസാണ് ഇതിലുള്ളത്. അതിൽ 1 മുതൽ 5 വരെയുള്ള മൊഡ്യൂൾസ് ജനറ്റിക്സിൻ്റെ ഭാഗത്തും 6 മുതൽ 8 വരെയുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജിയുടെ ഭാഗത്തുള്ളതാണ്. ഇതിൽ ജനറ്റിക്സ് എന്ന് ഷോർട്ട് ആൻസർ വരുന്നത് 8 ഷോർട്ട് ആൻസർ ജനറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഓരോ ഷോർട്ട് ആൻസറിനും 2 മാർക്ക് വീതം, അങ്ങനെ 16 മാർക്കാണ് ജനറ്റിക്സ് എന്ന് എ പാർട്ടിൽ വരുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 16 മാർക്കാണ്. പിന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻ വരുന്നത് ജനറ്റിക്സ് എന്നാണെന്നാണ് പറയുന്നത്. ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 2023 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 7 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻ ജനറ്റിക്സ് എന്നും ബാക്കി വരുന്ന 4 ക്വസ്റ്റ്യൻ ബാക്കി വരുന്ന 5 ക്വസ്റ്റ്യൻ ഇമ്മ്യൂണോളജി എന്നോ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് 8 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനറ്റിക്സ് എന്നാണ്. 5 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ജനറ്റിക്സ് എന്നാണ് വരുന്നത്. 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനുമാണ് ജനറ്റിക്സ് എന്ന് വരുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നത് ഏകദേശം 51 മാർക്കിന് ജനറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്, ഇവർ പറഞ്ഞ പ്രകാരം. ഓക്കെ, പിന്നെ പറയുന്നത് 4 ക്വസ്റ്റ്യൻ, അതായത് 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജിന്നും 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഇമ്മ്യൂണോളജി എന്നാണ്. പിന്നെ 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനുമാണ് ഇമ്മ്യൂണോളജി എന്ന് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു 28 മാർക്കിനാണ് ഇമ്മ്യൂണോളജി എന്ന് വരുന്നത്. അപ്പോൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ജനറ്റിക്സ് ആണ്. പക്ഷേ ഈ പാറ്റേൺ അനുസരിച്ച് മാത്രമല്ല എക്സാമിന് വരുന്നതെന്ന് ഓർക്കാം. എസ്സേൻ്റെ കേസിൽ കറക്റ്റാണ്. ഒരു ക്വസ്റ്റ്യൻ ജനറ്റിക്സ് എന്നും ഒരു ക്വസ്റ്റ്യൻ ഇമ്മ്യൂണോളജി എന്നുമാണ് എന്ന് വരുന്നത്. പിന്നെ പാരഗ്രാഫ് ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ 2023 ക്വസ്റ്റ്യൻ ആയാലും 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും 4 ക്വസ്റ്റ്യൻ ജനറ്റിക്സ് എന്നും 3 ക്വസ്റ്റ്യൻ ഇമ്മ്യൂണോളജി എന്നുമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ്റെ വ്യത്യാസമുണ്ട്. 7 ക്വസ്റ്റ്യൻ ജനറ്റിക്സ് എന്നും 5 ക്വസ്റ്റ്യൻ ഇമ്മ്യൂണോളജി എന്നുമാണ് വരുന്നത്. എങ്ങനെയായാലും ജനറ്റിക്സിനാണ് പ്രയോറിറ്റി കൂടുതൽ. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഹ്യൂമൻ ജനറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിലാണ്. ഈ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ ഒരു തവണ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2022 തോന്നുന്നു ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഹ്യൂമൻ ക്രോമസോമിൻ്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ. പറ്റോവസ് ആൻഡ് ഡെൻവർ സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രോമസോമൽ അനോമലീസിൽ ഫീനൽ കീറ്റോണൂറിയ ചോദിച്ചിട്ടുണ്ട്, സിക്കിൾ സെൽ അനീമിയ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കണം. ഒരു തവണ പ്രീനാറ്റൽ ഡയഗ്നോസിസ് ചോദിച്ചിട്ടുണ്ട്. പോളിജീനിക് ഇൻഹെറിറ്റൻസ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ 5 മാർക്കിനും ചോദിക്കാറുണ്ട് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. പിന്നെ വരുന്നത് യൂജെനിക്സ്, യൂത്തനിക്സ്, യൂഫെനിക്സ്. ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിൽ ഇത് 3ഉം കൂടെ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോന്ന് ചോദിക്കാം. ഒന്നെങ്കിൽ യൂജെനിക്സ് എന്താണ്, യൂത്തനിക്സ് എന്താണ്, യൂഫെനിക്സ് എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ 3ഉം കൂടി ചോദിക്കാം. ഓരോന്ന് ചോദിക്കുമ്പോൾ 2 മാർക്കിനും ഇത് 3ഉം കൂടി ചോദിക്കുമ്പോൾ 5 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹ്യൂമൻ ജനറ്റിക്സ് എന്ന് പറയുന്ന പോർഷനിലുള്ളത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുക, അതുപോലെ തന്നെ ഫീനൽ കീറ്റോണൂറിയ എന്താണ്, അതുപോലെ
സിക്കിൾ സെൽ അനീമിയ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ക്രോമസോമൽ അനോമലീസ് ആൻഡ് ഡിസോർഡറിൽ നമുക്ക് ഡൗൺ സിൻഡ്രോം, അങ്ങനത്തെ ടേണർ സിൻഡ്രോം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഡൗൺ സിൻഡ്രോം 2024 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അനോമലീസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്നത് ജനറ്റിക് കൺട്രോൾ ഓഫ് സെക്സ്. ഇതിൽ വന്നിട്ടുള്ള സാധനങ്ങൾ ഗൈനൻഡ്രോമോർഫിസം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്സ് മൊസൈക്ക് വന്നിട്ടുണ്ട്, ജീനിക് ബാലൻസ് തിയറി വന്നിട്ടുണ്ട്, ക്രോമസോമൽ മെക്കാനിസം ഓഫ് ജീൻ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ 10 മാർക്കിനൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് ബാർബോഡീൻ്റെ കുറിച്ചിട്ടുള്ള സിഗ്നിഫിക്കൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താണ് ഓട്ടോസോം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് കാരിയോടൈപ്പിംഗ്, അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള നമുക്ക് ആദ്യം അറിയുന്ന ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നത് ഗൈനൻഡ്രോമോർഫിസം ഒക്കെ 2 മാർക്കിനാണ്, സെക്സ് മൊസൈക്സ് അതൊക്കെ 2 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ക്രോമസോമൽ മെക്കാനിസം 10 മാർക്കിനും 5 മാർക്കിനൊക്കെ കണ്ടിട്ടുണ്ട്. ജീനിക് ബാലൻസ് തിയറി അതുപോലെ തന്നെ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2023 ഉണ്ടായിരുന്നു, 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത്. പിന്നെ വരുന്നത് ജീൻസ് ആൻഡ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിൽ സ്പ്ലിറ്റ് ജീൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, സ്യൂഡോ ജീൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലത്തെ ട്രാൻസ്പോസോൺസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജനറ്റിക് കോഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ, എന്താണ് ട്രാൻസ്ലേഷൻ എന്ന് ജസ്റ്റ് 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വരുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ അസാഡ്സ് 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2022 അഡ്മിഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ അസാഡ്സ് 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ക്ലോണിങ് വെക്ടേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് DNA, റീകോമ്പിനൻ്റ് DNA ടെക്നോളജീൻ്റെ സ്റ്റെപ്പുകൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ അതിൻ്റെ എൻസൈംസ് ഏതെങ്കിലും 2 എൻസൈംസ് പേരെടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ 2 എൻസൈംസിനെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ 5 എൻസൈംസിനെ കുറിച്ചിട്ട്, അതായത് RDNA ടെക്നോളജിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന 5 എൻസൈംസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് മിസ് ചെയ്യാതെ നോക്കുക. RDNA ടെക്നോളജി 10 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, 10 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം. പിന്നെ വരുന്നത് വെക്റ്റേഴ്സ് ആണ്. വെക്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോണിങ് വെക്റ്റേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. 2021, 2022, 2024, 2023 അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് എങ്ങനെയാണ് റീകോമ്പിനൻ്റ് DNA കൺസ്ട്രക്ഷൻ എന്നുള്ള, അതായത് സ്റ്റെപ്പുകൾ ചോദിക്കാറുണ്ട്, അത് നോക്കാം. ഓക്കെ, ഇനി വരുന്നത് ടൈപ്സ് ഓഫ് ക്യാൻസർ ആണ്. ടൈപ്പ് ഓഫ് ക്യാൻസർ എന്താണെന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ചോദിക്കാറുണ്ട്. 2021, 2023, 2024 ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ജസ്റ്റ് ചോദിക്കാം, എന്താണ് സാർക്കോമ, എന്താണ് കാർസിനോമ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2022 അഡ്മിഷൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മെറ്റാപ്ലാസിയ എന്താണ്, ഇൻവാസീവ്നെസ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, മെറ്റാസ്റ്റാസിസ് എന്താണ്. ഓക്കെ, പിന്നെ കണ്ടിട്ടുള്ളത് കാർസിനോജൻസ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ടായിരുന്നു. അത്രയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതന്നെ ചോദിച്ചോളണം നിർബന്ധമില്ല, ഇതുവരെ ചോദിച്ച പോർഷൻസ് ആണ് പറയുന്നത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് അതീതമായിട്ട് ചോദിക്കാം. നമുക്ക് ഗസ് ചെയ്യാനേ പറ്റുള്ളൂ, കറക്റ്റ് അത് തന്നെ ആയിരിക്കും ചോദിക്കാമെന്ന് പറയാനായിട്ട് പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഏത് ഭാഗത്തു നിന്നാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ഏകദേശം ഇതുവരെ ചോദിച്ചത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതേ ഉള്ളൂ. ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഇതുവരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ചോയ്സാണ്. ഓക്കെ, ഇനി വരുന്നത് ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന പോർഷനാണ്. ഇമ്മ്യൂണോളജീൻ്റെ പോർഷനിൽ അതാണ് മൊഡ്യൂൾ 6 മുതൽ 8 വരെ ഉള്ളത്. അവിടെ നമുക്കറിയാം 28 മാർക്കിനാണ്
മാർക്കാണ് മാക്സിമം അവിടെ നിന്ന് കിട്ടുന്നത്. 28 മാർക്കൊന്നല്ല, ഞാൻ പറഞ്ഞില്ലേ 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനും വരുന്നുണ്ട് ഈ ഭാഗത്തുനിന്ന്. ഓക്കെ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാം. പിന്നെ സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, ഇതൊരു തവണ എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഓക്കെ, അത് എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ എന്താണ് മാൾട്ട്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ വരുന്നത് എന്താണ് ഹാപ്റ്റൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇമ്മ്യൂണോഗ്ലോബിൻ്റെ ജീൻ ഫാമിലീസ്, അത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്ട്രക്ചർ, ആൻറ്റിബോഡീസിൻ്റെ സ്ട്രക്ചറും ഡിഫറെൻറ്റ് ക്ലാസ്സും അതിൻ്റെ ഫങ്ഷനും ചോദിച്ചിട്ടുണ്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2022 അഡ്മിഷൻ്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹൈബ്രിഡോമ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 4 വരുന്ന ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ എലിസ RIA ചോദിച്ചിട്ടുണ്ട്. DNA ഫിംഗർ പ്രിൻറ്റിങ് ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ, ഞാൻ പറഞ്ഞ പോലെ 2022 അഡ്മിഷൻ്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വരുന്നത് ഇതൊന്നും സെൽ മീഡിയേറ്റ് ആൻഡ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റീനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2 മാർക്കിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഹ്യൂമോറൽ ആൻഡ് സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി. ഇനി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ്, അത് ചോദിക്കാറുണ്ട്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസുകളെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ, ഇതിന്ന് എക്സാമ്പിൾ എടുത്തിട്ടല്ല ചോദിച്ചിട്ടുള്ളത്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ച് എഴുതാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതന്നെ ചോദിക്കുമെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇനി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ചോദിക്കുമെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇതുവരെ ചോദിക്കാത്തതുകൊണ്ട് ഇത്തവണ നമുക്ക് ചോദിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് വാക്സിനേഷനാണ്. വാക്സിൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതിൽ 2021 23 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. 2024 5 മാർക്കിന് വാക്സിൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 മാർക്കിന് എന്താണ് അറ്റന്വേറ്റഡ് വാക്സിൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലം. അപ്പോൾ അത് നോക്കാം. വാക്സിൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. 5 മാർക്കിനൊക്കെ വാക്സിൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അറ്റന്വേറ്റഡ് വാക്സിൻസ്, ഇനാക്ടിവേറ്റഡ് വാക്സിൻസ്, ടോക്സോയിഡ് വാക്സിൻസ്, DNA വാക്സിൻസ്, ഇതൊക്കെ കംപ്ലീറ്റ് എഴുതണം. ഓക്കെ, എന്നാലേ നമുക്ക് ആ ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ ഉള്ളതിൽ ചോദിച്ചിട്ടുള്ളത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ വരുന്നത് ഏതൊക്കെയാണ്, നമ്മളിതുവരെ പറയാത്ത ഭാഗങ്ങൾ, വേറെ പറയാത്ത ഭാഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സിലബസിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു ഇതിലായി അല്ലേ. ഏകദേശം എല്ലാ ടോപ്പിക്സും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ നോക്കാം. കാരണം നമുക്ക് ടൈം കുറവാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു 17-ാം തീയതിയാണ് എക്സാം വരുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക എന്നാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കോംപ്ലിമെൻ്ററി സുവോളജിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ഇന്ന് പറ്റുന്നുണ്ടാവില്ല, നാളെയോ മറ്റന്നാളോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, എല്ലാ വീഡിയോസും ചെയ്യാൻ പറ്റിക്കോളന്നില്ല. നിങ്ങളുടെ എടുത്തുനിന്ന് എഫേർട്ട് എടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നോക്കി പഠിച്ചിരിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രമുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.